ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞങ്ങൾ ഡോൾഫിനെ കാണാൻ പോവാണ്. അപ്പം ഈ കടലിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡോൾഫിനെ കാണാം നമുക്ക്. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയിലെ ബാഗ ബീച്ചിൽ നിന്ന് പോവുകയാണ്, ബസ് കയറി പോവുകയാണ്. ഇപ്പൊ സമയം ഏകദേശം 3:45 അടുപ്പിച്ചെത്തിക്കുന്നു. ഞങ്ങൾ പോകുന്നത് അടുത്ത ട്രിപ്പ് ഈ ഡോൾഫിൻ ഉള്ള സ്ഥലങ്ങളുണ്ട്, ഡോൾഫിൻ ട്രിപ്പ് എന്നറിയും, അത് കാണാനാണ് പോകുന്നത്. ഗോവയില് ബൈക്ക് വാടക കൊടുക്കും. ഇതുണ്ടല്ലേ ബൈക്ക് വാടക റോഡിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ വിദേശികളും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരും ഒക്കെ ബൈക്ക് വാടക എടുക്കാറുണ്ട്. ഞങ്ങളിപ്പം നമ്മുടെ ബസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എല്ലാവരും കൂടി ഉള്ള ബസ് രാവിലെ പുറപ്പെട്ട ബസ്സാണ്. അത് ഇവിടെ ശിങ്കറിയും ബീച്ചുണ്ട്, ആ ബീച്ചിന്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഡോൾഫിൻ ട്രിപ്പ് ഉള്ളത്. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ടിക്കറ്റൊക്കെ നമ്മുടെ ഗൈഡ് എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ബസ്സിൽ കയറുമ്പോൾ തന്നെ അദ്ദേഹം പറയും ആർക്കൊക്കെ ടിക്കറ്റ് വേണ്ടത്. പിന്നെ അതിനനുസരിച്ചിട്ട് പുള്ളിക്കാരൻ അവിടുന്ന് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കും. അപ്പം പിന്നെ ടിക്കറ്റിന് വലിയ പ്രശ്നമില്ല. അതേപോലെ തന്നെ നമ്മുടെ ഇതിലും സ്നോ പാർക്കിൽ അതിലൊക്കെ ഇവരെ വക അഡ്വാൻസ് ആയിട്ട് പറയും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ കമ്മീഷൻ ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്താലും അതേ പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് ചെറിയ കമ്മീഷൻ കിട്ടിക്കോട്ടെ. അപ്പൊ ഞങ്ങള് ഡോൾഫിൻ ട്രിപ്പ് പോകുന്ന അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ശിങ്കറി ബീച്ചിന്റെ അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് അത് നിൽക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഒരു ആ ബീച്ചിലൂടെ നമ്മളാ പിന്നെ ഒരു കോട്ട ഉണ്ട്, അഗാഡ കോട്ട, അതും പിന്നെ കാണാം. അഗാഡ കോട്ടയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. ഈ ഒരു പരിസരത്താണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട. വണ്ടി ഇവിടെ സൈഡാക്കുമ്പോൾ വണ്ടി ഇവിടെ കണ്ടമാനം സ്കൂട്ടറുകളൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് വാടക കിട്ടും സ്കൂട്ടറുകൾ. വണ്ടി സൈഡാക്കിയിട്ട് വേണം നമുക്ക് ഇറങ്ങാന്. അപ്പൊ ഇറങ്ങി ഞങ്ങൾ നടന്നു പോകണം. ഇനി ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് ചെറിയ ബോട്ടിലാണ് പോവുക. ടിക്കറ്റ് ചാർജ് 350 രൂപയാണ് അതിന് തന്നെ ബസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ അഗോഡ ജയില്, അഗോഡ പിന്നെ ബീച്ച് ഇതല്ലേ 8:30 മുതൽ 5:30 വരെയാണ് ഇവിടെ സമയമുള്ളത്. അതിൽ പ്രത്യേകം എഴുതിക്കുന്നത് 90% കാണും, 10% ലക്ക് എന്നൊക്കെ ഉള്ള. അപ്പൊ ഇതിലാണ് കയറേണ്ടത്. ഏകദേശം ഒരു 10-12 ആൾക്കാർ ഒന്നിൽ കയറും. ഇപ്പൊ നമ്മളെ മോള് കയറുന്നുണ്ട്. കയറി ഉടനെ തന്നെ നമുക്ക് ജാക്കറ്റൊക്കെ തരും. എന്റെ ജാക്കറ്റ് ആദ്യം പാകമായിട്ടില്ല, പിന്നെ അതൊന്ന് വലുത് വാങ്ങിയതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ട് ജാക്കറ്റ്. പിന്നെ ഇതില്ലെങ്കിൽ പ്രശ്നമാണ്, ആകെ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വിഷയമാണ്. അപ്പൊ നമ്മളെ ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഈ ഡോൾഫിൻ ഇങ്ങനെ ചാടുന്ന കാണാം. അപ്പൊ അവിടെ ഈ ബോട്ട് ഇങ്ങനെ അതിന് കംപ്ലീറ്റ് റൗണ്ടാക്കി വെച്ചിട്ട് പിന്നെ അതങ്ങനെ ആ ഒരു ഭാഗത്ത് നിൽക്കും. പിന്നെ അതേപോലെ ഇതിന്റെ വേറെയും പാസഞ്ചേഴ്സ് ബോട്ടുകളുണ്ട്, അവരിങ്ങനെ ആ പരിസരത്ത് നിൽക്കും, ഇതിന്റെ അടുത്ത് പോവില്ല. അപ്പൊ അതാണ് ഇതിന്റെ കാഴ്ചകൾ. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടിട്ട് ഈ പുറത്തെ പ്രകൃതി ഭംഗി മറ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. അപ്പൊ എന്നാല് ബാക്കി നമുക്ക് ഇനി നിങ്ങൾക്കും നമുക്ക് വിധിന്റെ കാണാന്നാ ഇതിൽ അവരെ പറയുന്ന തന്നെ. അപ്പൊ നമുക്ക് യോഗം ഉണ്ടെങ്കിൽ കാണാം.
എന്താ അമരീൻ? അപ്പൊ ഡോൾഫിൻ അതാ ചാടുന്നുണ്ടല്ലേ? ഡോൾഫിൻ അങ്ങനെ നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഫുള്ളായിട്ട് ചാടില്ല, ഒന്നിങ്ങനെ മറിഞ്ഞിങ്ങനെ വരും, ചിലതിങ്ങനെ ഇതായിട്ട് ഫുള്ളായിട്ട് മറിയും. അപ്പൊ ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നിങ്ങൾ കണ്ടോളൂ. അപ്പൊ മറ്റേ ബോട്ട് ഇറക്കി സൈഡ് പിടിപ്പിച്ചിട്ടുണ്ടല്ലേ? Sorry. तीन चार है या बाहर तक उछलती नहीं. They are staying here, eh? No. We came today. Yeah. Eh? We came today just for 2 days. Before? For 2 days. 2 days only? Yeah, we came. Small. 1 day north, 1 day south. Then, what about you? This also. तिकडची बोट Yes. वो उधर आके Sir? അമേരിക്കാണല്ലേ? ഈ വാർത്ത ഉണ്ടായല്ലോ. ഇതിന്റെ ഇടയിലാണുള്ള സംഭവം. ഡോൾഫിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവര് മോട്ടോർ ഓഫ് ആക്കുന്നുണ്ട്. എനിക്കൊന്നും അതിന്റെ ശബ്ദം ഉണ്ടായിട്ട് പോണ്ട വെച്ചിട്ട് ഇരിക്കും തോന്നണം. ഇപ്പൊ ഈ ഒരു പരിസരത്തുണ്ട്, നേരത്തെ കണ്ടില്ല അങ്ങനെ ചാടുന്ന ഇപ്രാവശ്യം കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്തൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ ഒരു ഭാഗമാണ് കണ്ടല്ലോ, ബോട്ടുകളൊക്കെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇനി ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ബോട്ട് ഇതിന്റെ ചുറ്റും ഒന്നിങ്ങനെ ഓടിക്കും. എന്നിട്ട് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുണ്ട്, നമ്മളെ ഫോർട്ട്, ഇവിടുത്തെ ഒരു പാലസ്, ജയില്, ഇതൊക്കെ കാണിച്ചു തരും. पूरी फॅमिली मासे नसतात काय? करता मग घरी गेल्या निघाले आता. ഈ യാത്രയിൽ എന്താ ശ്രദ്ധിക്കേണ്ട വെച്ചാല് മൊബൈലിലൊന്നും തോണ്ടിയിരിക്കരുത്, കടലിലേക്ക് തന്നെ നോക്കിയിരിക്കണം. ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ലോണം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. മൊബൈലിൽ ആരോടെങ്കിലും നോക്കിയിരുന്നത് കാണില്ല. എപ്പോഴും കടലിലേക്ക് തന്നെ നമ്മളെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പിന്നെ ഒന്ന് ചാടി കഴിഞ്ഞാൽ നമ്മള് ബോട്ടിന്റെ സ്ട്രാങ്ക് ഉണ്ടല്ലോ, ഓട്ടുന്ന ആള് പറയും ഇന്ന ഭാഗത്തുണ്ട്, അദ്ദേഹം ഫുൾ വാച്ച് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക.
അപ്പൊ അദ്ദേഹം കാണിച്ചു ഇപ്പൊ കണ്ടത് ഇത് കംപ്ലീറ്റ് ചുറ്റുപാടും എല്ലാ ബോട്ടുകളും ഉണ്ട്. ഈ ഒരു പരിസരത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത്യാവശ്യം ഞങ്ങൾ 350 റുപ്യ ഇതിന് ട്രിപ്പിന് കൊടുത്തത്. ആ 350 റുപ്യനുള്ള സംഭവം എന്തായാലും കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. ചിലർക്ക് എന്താ ഭയങ്കര നഷ്ടമാണ്, ചിലർക്ക് ഇത് തീരെ കാണൂല. കാരണം അപ്പൊ ഭയങ്കര ഒരു വിഷമാണ് ഈ പൈസയും കൊടുത്തിട്ട് പിടിപ്പുണ്ട്. അതാ ഒന്ന് ചാടുന്നുണ്ട്, അതാ ചാടുന്നത്. അപ്പൊ ഇപ്രാവശ്യം അധികം ഉണ്ട് എന്നാണ് പൊതുവെ ബോട്ട് നമ്മുടെ ശ്രാങ്കിന്റെ അഭിപ്രായം. शांत रहेगा बोट की आवाज आई वो निकली वो धीरे से वो निकला रे वो അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പൊ സമയം 4:35 ആയിരിക്കുന്നത്. ഇനി ബോട്ടുകാരൻ ഇവിടുത്തെ പരിസരങ്ങളൊക്കെ കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ ഏകദേശം നമ്മുടെ ഡോൾഫിൻ കണ്ടിരിക്കുന്നത്. ഇനി മടങ്ങി വരുന്ന സമയത്ത് ഡോൾഫിൻ കണ്ടെങ്കിൽ കാണാം. അപ്പൊ ഇനി ഈ പരിസരമൊക്കെ ഒന്ന് കാണാം നമുക്ക്. राइट साइड में देखो जो बंगला दिखता है वो जिमी का मिलेनियर पैलेस 1982 में बनाया था। हसीना मान जाएगी, हिंदी फिल्म का शूटिंग हुआ था इधर। 80 करोड़ का ये बंगला है। जिमी कादर रहने वाला बम्बई का वो डायमंड का ओनर था, उन्होंने खरीद लिया था 80 करोड़ में। उसके आगे देखो झाड़ी में ऊपर व्हाइट कलर का दिखता है वो चर्च है, पोर्तुगीज चर्च गोवा का। अगवाड़ा फोर्ट के बीच में देखो ऊपर का वो पुराना लाइट हाउस है। नीचे वाले खिड़कियाँ दिखते हैं, खिड़कियाँ गोवा का सेंट्रल जेल वो पोर्तुगीज लोग आए थे गोवा में, उन्होंने बना दिया था। 15 साल हो चुके बंद कर दिया है। गोवा गवर्नमेंट ने म्यूजियम बना दिया है। ऊपर से रास्ता है, आगे से जाओगे ना महाराष्ट्र, पाकिस्तान, गुजरात, और पीछे से जाओगे ना श्रीलंका तक। ഡോൾഫിനൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോകല്ലോ. നല്ല ഉഷാറായി കണ്ടു വെച്ചാൽ ഡോൾഫിൻ ഡോൾഫിനെ ചാടുന്നത് ഇപ്പൊ ഞങ്ങൾ മടങ്ങി പോവാ. പക്ഷെ മടങ്ങി പോകുമ്പോഴും സംഭവം കാണുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലോണം ഡോൾഫിനുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ വണ്ടിക്കാരൻ ഓട്ടുകാരൻ വീണ്ടും ഇങ്ങനെ തിരിക്കുകയാണ് ആ ഭാഗത്ത് കൂടി തന്നെ ആക്കിയിട്ട്. ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചില്ല, ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ചാടിയോട്ട് വന്നോളൂ. ഇവിടെ ചപ്പ തൽക്കാലം ചാടിയില്ല. ഉണ്ടാവട്ടെ, നോക്കും ഇപ്പൊ ചാടുന്ന നോക്കും. കമ്പിമെന്ന് വിടരുത്തിട്ടോ, ഉറക്കി പിടിച്ചോളൂ. വരികയാണെങ്കിൽ വണ്ടി ഓഫാക്കി. ഞങ്ങളിങ്ങനെ ഡോൾഫിനെ കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണ് ചാടുന്നു അറിയില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഇപ്പോൾ വരും, ഇപ്പോൾ വരും. ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. എവിടെ ഡോൾഫിനെ
ഉറങ്ങാൻ പോയോ? പ്രശ്നമില്ല, കുട്ടിക്ക് വിളിക്കാം. ഡോൾഫിനൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. നിറയെ ഡോൾഫിൻ അല്ലേ? നമുക്ക് പേടിയില്ലേ? നമ്മളെ കടിക്കാൻ വരുന്ന വിചാരിച്ചല്ലേ? നമ്മളെ പിടിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ഇതിപ്പോ ഇങ്ങനെ മുറുകി പിടിച്ച് നിൽക്കുകയും ചെയ്തില്ല അല്ലേ? മീൻ പറയാൻ വന്നിട്ടുണ്ടാവും. അല്ലേ? നമ്മള് നേരത്തെ കണ്ടില്ലേ ഒരു ഫോർട്ട്, നമ്മളെ പിന്നെ ശ്രാങ്ക് പറഞ്ഞില്ലേ, അത് പിന്നെ പോർച്ചുഗീസ് കാലഘട്ടത്തിലുള്ള ഒരു കോട്ടയാണ്. ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോർട്ടിന്റെ പേരാണ് ഫോർട്ട് അഗ്വാഡ എന്ന്. 1612 നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അത് ഈ സിംഗറിയും ബീച്ചില് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് ഉള്ളത്. ഒരു വിളക്കുമാടുണ്ട് അതിന്റെ അടുത്ത്. ഗോവയിലെ ASI സംരക്ഷിത ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമാണ് അത്. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ അയക്കുന്നത് ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാണ്. ഇനി നേരെ നമ്മുടെ ബസ്സിൽ കയറണം. അതായത് നമ്മുടെ ഈ ഡോൾഫിൻ യാത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ഇവിടെ വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഇവിടെ ഡോൾഫിന്റെ ഈ ഒരു യാത്ര ചെയ്യണം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.